ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഹെൽത്തി ബൈറ്റ്സ്. അപ്പോൾ ഇന്ന് നമ്മൾ തയ്യാറാക്കുന്ന ഓട്സ് ഉപയോഗിച്ചിട്ട് ഒരു ഹെൽത്തി വേർഷൻ ഓഫ് പിസ്സയാണ്. ഈ പിസ്സയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിൽ നമ്മൾ ഈസ്റ്റ് ഉപയോഗിക്കുന്നില്ല, അവൻ ഉപയോഗിക്കുന്നില്ല, അതുപോലെ തന്നെ മൈദയും ഉപയോഗിക്കുന്നില്ല. അപ്പോൾ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റിയുമായിട്ടുള്ളൊരു പിസ്സയാണിത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കിയിട്ട് തിരിച്ചു വരാം. അപ്പോൾ നമ്മുടെ പിസ്സയ്ക്ക് വേണ്ടി ആദ്യം നമ്മൾ പിസ്സ സോസാണ് ഉണ്ടാക്കുന്നത്. അതിനായിട്ട് ഞാൻ ടൊമാറ്റോസ് ഇടാൻ വേണ്ടി കുറച്ച് വെള്ളം തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് ഒരു 4 തക്കാളിയാണ് ഇടുന്നത്. അപ്പോൾ ഇത് 4ആയിട്ടൊന്ന് ജസ്റ്റ് ഇങ്ങനെ കട്ട് ചെയ്തിട്ടാണ് ഞാൻ ഇടുന്നത്. ഏറ്റവും സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പിസ്സ സോസ് റെസിപ്പിയാണ് ഞാനിവിടെ കാണിക്കുന്നത്. ഒരു 3 തൊട്ട് 4 മിനിറ്റൊക്കെ ഇത് നന്നായിട്ടൊന്ന് തിളച്ചാൽ മതിയാവും. ഇപ്പോൾ ഏകദേശം ഒരു 4 മിനിറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ തൊലിയൊക്കെ ഉരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. ഇത് നന്നായിട്ടൊന്ന് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. നമുക്കിതിൻ്റെ തൊലിയൊക്കെ മാറ്റി കട്ട് ചെയ്തെടുക്കേണ്ടതാണ്. അപ്പോൾ നമ്മുടെ പിസ്സ സോസിന് വേണ്ടിയിട്ട് നമുക്ക് ഈ തക്കാളിയുടെ തൊലി മാറ്റാം. ഈ തൊലി എപ്പോഴും മാറ്റുന്നതാണ് നമ്മുടെ ഡൈജഷന് നല്ലത്. ഇപ്പം ഞാനത് വളരെ ചെറുതായിട്ട് കട്ട് ചെയ്താണ് എടുക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് വളരെ നല്ലൊരു പ്യൂരി ആയിട്ട് തന്നെ വേണമെന്നുണ്ടെങ്കിൽ മിക്സിയിലിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്താൽ മതിയാവും. പക്ഷേ ഞാനിവിടെ കുറച്ച് ചങ്ക്സ് ആയിട്ട് എടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്യുന്നേ ഉള്ളൂ. അപ്പോൾ അത് തക്കാളി ഞാൻ നന്നായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ അടുത്ത സ്റ്റെപ്പിലേക്ക് കടക്കാം. നമ്മുടെ ചട്ടി നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പിസ്സ സോസ് തയ്യാറാക്കാൻ വേണ്ടി പോവാണ്. ഇനി അതിനായിട്ട് നമ്മൾ 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. 3 വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് കൂടി ചേർക്കാം. ഈ വെളുത്തുള്ളിയുടെ ആ ഒരു പച്ച മണമൊന്ന് മാറുന്നിടം വരെ ഒന്ന് ഇളക്കി കൊടുക്കണം. വളരെ കുറച്ച് നേരം മതിയാവും. ഇനി നമുക്ക് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ടൊമാറ്റോ കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കാം. ഒരു 2-3 മിനിറ്റ് ഇത് ഒന്ന് കുക്കായി വരട്ടെ. ഇനി നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. കാശ്മീരി ചില്ലിയോ അതല്ലെങ്കിൽ നോർമൽ മുളക് പൊടിയാണെങ്കിലും മതി. ഒരു 1/4 ടീസ്പൂൺ ചേർക്കാം. ഒരു 1/2 ടീസ്പൂൺ ബ്രൗൺ ഷുഗറാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. കോക്കനട്ട് ഷുഗർ വേണമെങ്കിൽ ആഡ് ചെയ്യാം, അല്ലെങ്കിൽ ശർക്കര വേണമെങ്കിലും ചേർക്കാം. ഒരു 1/2 ടീസ്പൂൺ മതിയാവും. വിനാഗിരി 1 ടീസ്പൂൺ. ഉപ്പ് 1/2 ടീസ്പൂൺ. ഞാനിവിടെ ഇന്ദുപ്പാണ് എടുത്തിരിക്കുന്നത്. റോക്ക് സോൾട്ട് ആണെങ്കിലും ഉപയോഗിക്കാം. ഇനി നമുക്കിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നമുക്കിപ്പോൾ ഈ കുറച്ച് തക്കാളി വേണമെങ്കിൽ ഇങ്ങനെ ഉടച്ചു കൊടുക്കാം. കുറച്ചുകൂടെ ചെറുതായിട്ട് ചോപ്പ് ചെയ്യാൻ പറ്റിയാൽ കുറച്ചുകൂടെ പെട്ടെന്നാവും. പിന്നെ നിങ്ങൾക്ക് നല്ല പ്യൂരി വേണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മിക്സിയുടെ ബ്ലെൻഡർ ജാറിലിട്ട് നന്നായിട്ട് പൾസ് ചെയ്തെടുത്താൽ മതിയാവും. പക്ഷേ എനിക്ക് കുറച്ചിങ്ങനെ ചങ്ക്സ് ആയിട്ടുള്ളതാണ് ഇഷ്ടം, അതുകൊണ്ടാണ് ഇങ്ങനെ എടുക്കുന്നത്. പിന്നെ നമ്മുടെ ഈ പിസ്സ സോസ് നമുക്കിപ്പം ഇതിൻ്റെ ആവശ്യം കഴിഞ്ഞിട്ട് ബാക്കി വേണമെങ്കിൽ നമുക്ക് ഒരാഴ്ചയോളം ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിക്കാവുന്നതാണ്. നമുക്ക് സാൻഡ്വിച്ചിൻ്റെ ഒപ്പം ഒക്കെ ഇത് യൂസ് ചെയ്യാം. ഇതിൻ്റെ വെള്ളം കുറച്ചുകൂടെ ഒന്ന് വറ്റണം. നമുക്ക് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഏകദേശം ഒരു 4 തൊട്ട് 5 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ പിസ്സ സോസ് റെഡി ആയിട്ടുണ്ട്. ഈ ലാസ്റ്റിൽ ഞാൻ ചേർക്കാൻ പോകുന്നത് 1 ടീസ്പൂൺ ഒറിഗാനോ ആണ്. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. നമ്മുടെ പിസ്സ സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിനെ നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമ്മൾ ഓട്സിലേക്ക് ആവശ്യമുള്ള പനീർ മാരിനേറ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്.
ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഗരം മസാല ഒരു 1/2 ടീസ്പൂൺ, ഒരു 4 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത്. ഞാൻ ഒരു നുള്ളു ഉപ്പ് കൂടി ചേർക്കുകയാണ്. നമ്മുടെ പനീറിന് ഓൾറെഡി ഉപ്പുണ്ട്, അപ്പോൾ അത് നോക്കിയിട്ട് വേണം നമ്മളെപ്പോഴും ഉപ്പ് ചേർക്കാനായിട്ട്. അപ്പോൾ വളരെ കുറച്ച് ഉപ്പ് കൂടി ചേർക്കുകയാണ്. ഒരു ടേബിൾ സ്പൂൺ ഒലീവ് ഓയിൽ കൂടി ചേർക്കുകയാണ്. ഇനിയും കടുകെണ്ണ മസ്റ്റേർഡ് ഓയിൽ ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്, അതുണ്ടെങ്കിൽ അത് തന്നെ ചേർക്കുക. ഇപ്പം ഞാൻ ഒലീവ് ഓയിലാണ് ഒഴിക്കുന്നത്. ഇനി ഇതെല്ലാം കൂടി നമുക്കൊന്ന് മിക്സ് ചെയ്യാം. ഞാനിവിടെ 100 ഗ്രാം പനീർ ക്യൂബ്സ് ആണ് എടുത്തിരിക്കുന്നത്. അതുകൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് മാരിനേറ്റ് ചെയ്യാൻ വയ്ക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇത് നമുക്ക് ഒരു അരമണിക്കൂറെങ്കിലും മാറ്റി വെച്ചാൽ വളരെ നല്ലതാണ്. എന്നിട്ട് ഇതൊരു ഫ്രൈങ് പാനിൽ ഇട്ടിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഇത് നമുക്ക് ഒരു അരമണിക്കൂർ മാറ്റി വയ്ക്കാം. നമ്മുടെ ചീനിച്ചട്ടി നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കൊരു 2 ടേബിൾ സ്പൂൺ ഒലീവ് ഓയിൽ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് മാരിനേറ്റ് വെച്ചിരിക്കുന്ന പനീർ ആഡ് ചെയ്യാം. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മാത്രം മതിയാവും. ഞാനിപ്പോൾ ഒലീവ് ഓയിലാണ് ഫ്രൈ ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ബട്ടറാണെങ്കിലും ഇവിടെ ഉപയോഗിക്കാം. ഇടയ്ക്കൊന്ന് ഇതുപോലെ ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. ഇപ്പോൾ ഒരു 4 മിനിറ്റോളം ആയിട്ടുണ്ട്. ഞാൻ ലോ ഫ്ലെയിമിലാണ് കുക്ക് ചെയ്തത്. ഇനി നമുക്കിത് മാറ്റാം. ഇനി നമ്മൾ പിസ്സയുടെ ബേസ് ആണ് തയ്യാറാക്കുന്നത്. അതിനായിട്ട് ഞാനിവിടെ 6 ടേബിൾ സ്പൂൺ ഓട്സ് ആണ് ഇവിടെ ചേർക്കുന്നത്. ഇപ്പോൾ റോൾഡ് ഓട്സ് വേണമെങ്കിൽ നമുക്ക് പൊടിച്ചെടുക്കാം. അതല്ലെങ്കിൽ ഇൻസ്റ്റൻറ്റ് ഓട്സ് ആണ് എടുക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെ പൊടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, നമുക്ക് നേരെ അങ്ങ് ചേർക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് റോൾഡ് ഓട്സ് ആണ്. ഞാൻ 6 ടേബിൾ സ്പൂൺ ചേർത്ത് ഓട്സ്. ഇനി നമുക്കിതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ റവ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഒരു 6 ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കാം. പുളി കുറഞ്ഞ തൈര് മതിയാവും. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. വെള്ളം ആവശ്യത്തിന് ഒഴിച്ചാൽ മതിയാവും. ഒരുപാട് ലൂസ് ആവുകയും വേണ്ട, ഒരുപാട് തിക്ക് ആവുകയും വേണ്ട. ആ ഒരു കൺസിസ്റ്റൻസിയാണ് നമുക്ക് വേണ്ടത്. കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഏകദേശം ഒരു 1/4 കപ്പ് വെള്ളം തന്നെ ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിത് 10 മിനിറ്റ് മാറ്റി വയ്ക്കാം. ഇപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇതിപ്പോൾ കുറച്ച് തിക്കായിട്ടുണ്ട്, കാരണം നമ്മൾ ഓട്സ് ആണല്ലോ ചേർത്തിരിക്കുന്നത്. അപ്പോൾ കുറച്ച് തിക്കാവും. അപ്പോൾ നമുക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരുപാട് വെള്ളമായി പോകാനും പാടില്ല. അപ്പോൾ നമ്മുടെ ബാറ്റർ പ്രോപ്പർ കൺസിസ്റ്റൻസിയിൽ എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് പാൻ വെച്ച് നമ്മുടെ ഓട്സ് പിസ്സ തയ്യാറാക്കാം. ഞാനിവിടെ തവ ചൂടാൻ വെച്ചിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് കുറച്ച് ഒലീവ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഞാൻ കുറച്ച് കട്ടി തന്നെ ഒഴിച്ചു കൊടുക്കുന്നത്, ഒത്തിരി തിന്നാവാൻ പാടില്ല. അപ്പോൾ നമ്മൾ മറിച്ചിടുമ്പോൾ ചിലപ്പോൾ മുറിഞ്ഞു പോകും. നമ്മുടെ ഓട്സും റവയും കൂടെ കുക്കായി വരാൻ കുറച്ച് സമയം എടുക്കും. അപ്പോൾ നമുക്കിത് കുറച്ച് നേരം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 2 മിനിറ്റിന് ശേഷം ലോ ഫ്ലെയിമിലാക്കാം. ഒരു 4 മിനിറ്റ്സ് ഒക്കെ വെയിറ്റ് ചെയ്യേണ്ടി വരും. അതിനുശേഷം നമുക്കിത് മറിച്ചിടാം. ഇപ്പോൾ ഒരു 3 മിനിറ്റ് 4 മിനിറ്റ് ഒക്കെ ആയിട്ടുണ്ട്. നമുക്കിത് മറിച്ചിടാം. ഇനി നമുക്ക് വീണ്ടും ഇത് ലോ ഫ്ലെയിമിൽ തന്നെ ആക്കാം. ഒരു 2 മിനിറ്റ് വെയിറ്റ് ചെയ്യണം, 2-3 മിനിറ്റ്. അപ്പോൾ ഇപ്പോൾ ഏകദേശം ഒരു 2-3 മിനിറ്റ് ആയിട്ടുണ്ട്. ലോ ഫ്ലെയിമിൽ തന്നെയാണ്. ഇനി നമുക്കിത് ഈ തവ വെച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കുത്തി കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ പിസ്സ സോസ് ഇതിൻ്റെ മുകളിൽ അപ്ലൈ ചെയ്യാം. എല്ലാ സൈഡിലേക്കും നമുക്ക് ഒരുപോലെ സ്പ്രെഡ് ചെയ്യാം. ഇനി നമുക്ക് കുറച്ച് മൊസറല്ല ചീസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഷ്രെഡ് ചെയ്ത് വെച്ചേക്കുന്നതാണ്. ചീസൊക്കെ നമ്മുടെ ഒരു ആവശ്യാനുസരണം ചേർക്കാവുന്നതാണ്. നേരത്തെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ പനീറിൻ്റെ ക്യൂബ്സ് കൂടി ആഡ് ചെയ്യാം.
ഇപ്പോഴും ഞാൻ സ്റ്റൗ ലോ ഫ്ലെയിമിൽ തന്നെയാണ് വെച്ചിരിക്കുന്നത്, കാരണം നമ്മുടെ ഓട്സ് ഒന്ന് വെന്ത് വരാൻ കുറച്ച് സമയം എടുക്കും. അത് മാത്രമല്ല കുറച്ച് ക്രിസ്പി ആയിട്ട് തന്നെ എടുക്കുന്നതായിരിക്കും നമ്മുടെ ഈ ഓട്സ് പിസ്സയ്ക്ക് നല്ലത്. നമുക്ക് കഴിക്കുമ്പോൾ കുറച്ചുകൂടെ ടേസ്റ്റി ആയിരിക്കും നമ്മുടെ ഈ ബേസ് ഒന്ന് ക്രിസ്പി ആയാൽ. അതുകൊണ്ട് ഞാൻ ഇതേതായാലും കുറച്ച് ക്രിസ്പി ആയിട്ടാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് വേണ്ടെന്നുണ്ടെങ്കിൽ അധികം ക്രിസ്പി ആക്കേണ്ട, ലോ ഫ്ലെയിമിൽ അധികം സമയം വെക്കേണ്ട ആവശ്യമില്ല. ഇനി ഞാൻ കുറച്ച് ഗ്രീൻ ക്യാപ്സിക്കം കൂടി ചേർക്കുകയാണ്. അപ്പം നമ്മുടെ കയ്യിൽ സീസൺ അനുസരിച്ച് അവൈലബിൾ ആയിട്ടുള്ള, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ഏത് പച്ചക്കറിയും നമുക്ക് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാം. ഇപ്പം ഞാൻ പനീർ വെച്ചിട്ടാണ് ചെയ്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചിക്കൻ വെച്ച് ചെയ്യാം, അതല്ലെങ്കിൽ മഷ്റൂം വെച്ചിട്ട് ചെയ്യാം. കുറച്ച് സവാള കൂടി, അതുപോലെ എൻ്റെ കുറച്ച് യെല്ലോ ക്യാപ്സിക്കം കൂടിയുണ്ട്, അതുകൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് കുറച്ച് ചീസ് കൂടി ആഡ് ചെയ്യാം. ഇപ്പോൾ തന്നെ ഞാനൊരു അടപ്പ് വെച്ചിട്ട് ഇതൊന്ന് അടച്ച് വെക്കുകയാണ്. നമുക്കിതൊരു ഏകദേശം ഒരു 2 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് കുക്ക് ചെയ്യാം. ഇപ്പോൾ ഒരു 2 to 3 മിനിറ്റ്സ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ചേരുവകൾ കൂടി പെട്ടെന്ന് ചേർക്കാം. ഇനി നമുക്ക് ഒരു 1/2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് കൂടി ആഡ് ചെയ്യാം, വറ്റൽമുളക് പൊടിച്ചത്. 1/2 ടീസ്പൂണോളാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. 1/2 ടീസ്പൂൺ ഒറിഗാനോ, വളരെ കുറച്ച് കുരുമുളക് പൊടി. ഇപ്പോൾ എല്ലാം കൂടെ ഞാനിപ്പോൾ മറിച്ചിട്ടിട്ട് നമ്മളിപ്പം പിസ്സയുടെ എല്ലാ ഇൻഗ്രീഡിയൻസും ചേർത്തതിന് ശേഷം ഇപ്പോൾ ഞാൻ ഒരു 5 to 6 മിനിറ്റ്സ് കൂടെ ലോ ഫ്ലെയിമിൽ വെച്ചു. ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ ഈ ബേസ് കുറച്ച് ഹാർഡ് ആയാലായിരിക്കും അതിനൊന്നുകൂടി ടേസ്റ്റ് ആവുന്നത്. അപ്പോൾ ലോ ഫ്ലെയിമിൽ തന്നെ കുറച്ച് സമയം കൂടെ വെച്ചാൽ വളരെ നല്ലതാണ്. അപ്പോൾ നമ്മുടെ ഓട്സ് പിസ്സ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ കുറച്ച് ചീസ് കൂടി ആഡ് ചെയ്യാണ്, മോസറല്ല ചീസ്. അപ്പോൾ നമ്മുടെ ഹെൽത്തിയും അതുപോലെ തന്നെ ടേസ്റ്റിയുമായിട്ടുള്ള ഓട്സ് പിസ്സ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് സെർവ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ ഈ ഓട്സ് പിസ്സയുടെ റെസിപ്പി മനസ്സിലായി കാണുമല്ലോ. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. നമ്മൾ ശരിക്കും ഷോപ്സിൽ നിന്നൊക്കെ വാങ്ങുന്ന പിസ്സയുടെ ഓൾമോസ്റ്റ് സെയിം ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ കുട്ടികൾക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടമാവും. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഫ്രണ്ട്സ്, ഫാമിലി എല്ലാവരുമായിട്ട് ഷെയർ ചെയ്യുക. കൂടാതെ ചാനൽ ഫസ്റ്റ് ടൈം ആണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. ഗുഡ് ബൈ, ടേക്ക് കെയർ.